മാത്രമല്ല മഹാനരായ മുഹമ്മദ് ഷരീഫുൽ മദനി റളിയല്ലാഹു അൻഹു, അതുപോലെ ഇവിടെയുള്ള വലിയ വലിയ ഔലിയാക്കന്മാർ, അവരുടെ കറാമത്ത് ആ മുഖാമുഖത്തിൽ തന്നെ കാണുന്ന രംഗമാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. നല്ല ചോദ്യകർത്താക്കൾ, അവർ നല്ല കുറിക്കുകൊള്ളുന്ന ചോദ്യമങ്ങ് ചോദിച്ചപ്പോ മൗലവിയുടെ ഉത്തരം തന്നെ മാറിപ്പോയി. ആദ്യം നമുക്ക് ഒരു ചോദ്യവും ഫൈസൽ മൗലവിയുടെ അതിനോടുള്ള ഉത്തരമൊക്കെ ഒന്ന് കേട്ടു നോക്കാം. വരട്ടെ. സ്പെസിഫിക് ആയിട്ട് പിൻ ടു പിൻ വാട്ട് ഖബർ ആരാധനയാണ് ഇവിടെ നടക്കുന്നത്. അത് നമ്മൾക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ ഡെയിലി മഹാനായ മദനി തങ്ങളുടെ അടുത്ത് പോകുന്ന ആളാണ്. അപ്പൊ നമ്മൾക്കും ഒരു മനസ്സിലാക്കാം. ഞങ്ങൾ പരാതി പറയാനല്ല, അൽഹംദുലില്ലാഹ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് എല്ലാം തന്നിട്ടുണ്ട്. മദനി തങ്ങൾ ഇവിടേക്ക് ദീൻ എത്തിച്ച ആളാണ്. എൻ്റെ ഉമ്മക്കും എൻ്റെ ഉപ്പാക്കും ദീൻ കിട്ടിയത് മദനി തങ്ങളെ കൊണ്ടാണ്. ഞങ്ങൾ മദ്രസ പഠിച്ചത് മദനി തങ്ങളെ കൊണ്ടാണ്. അതിനാണ് ഞാൻ ഡെയിലി പോയിട്ട് ഹാജരിയിടും. അതിന് തങ്ങളെ ഞങ്ങളുണ്ട്, നിങ്ങൾ പഠിപ്പിച്ച വഴിയിലല്ല ഞങ്ങളുണ്ട് എന്ന് പറയും. അതാണ് ഖബറാരാധന. അതാണ് ഖബറാരാധന. അത് പാടില്ല. ഖബറിൽ പോയിട്ട് അങ്ങനെ പറയാനേ വകുപ്പില്ല. ഖബറിൽ ചെന്നാൽ പറയാനുള്ളത് നബി തങ്ങൾ പഠിപ്പിച്ചു. സലാമുൻ അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വ കുറ്റ്യാടിക്ക് പറ്റും മുദരിസായിട്ട്. എന്താ ഈ പറയുന്നത്? ഖബറിൽ പിന്നെ ഖബർ സിയാറത്തിന് പോകുന്ന ആള് എന്താ ചൊല്ലേണ്ടത്? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ ഇനി വേറൊന്നും ഖബറാളികളോട് പറയരുത് എന്ന് അതിൻ്റെ മഅന ആണോ? എവിടുന്നാണ് ഇവർ എഴുന്നേറ്റ് വരുന്നത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അവസാന കാലത്ത് ഈസാ നബി അലൈഹിസ്സലാം വരും, ഇമാമം മുഖ്സിത്താ, നീതിമാനായ ഭരണാധികാരിയായി വരും. അങ്ങനെ വന്ന് എൻ്റെ ഖബറിൻ്റെ സമീപത്ത് ഈസാ നബി വരും, ത്വാഹ റസൂലുള്ളാഹ്. അബൂ യഅല ഇമാം ഉദ്ധരിച്ച ഹദീസ് സ്വഹീഹാണെന്ന് അൽബാനി വരെ രേഖപ്പെടുത്തി. അതൊക്കെ നമ്മൾ വാദപ്രതിവാദത്തിൽ തന്നെ വായിച്ചതാ. അപ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ്, ഫഖാല സുമ്മ ലഇൻ ഖാമ അലാ ഖബരി, എൻ്റെ ഖബർ ഷരീഫിന്റെ സമീപത്ത് വന്ന് ഈസാ നബി നിൽക്കും. അങ്ങനെ ഈസാ നബി എന്നെ വിളിക്കും, യാ റസൂലല്ലാഹ് യാ മുഹമ്മദ് ലൗജീബന്നഹു, അങ്ങനെ വിളിച്ചാൽ ആ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. വഹാബിയൻ തൗഹീദുകൾ മുഴുവനും തകർന്ന് തരിപ്പണമാകാൻ വേറൊന്നും വേണ്ട. ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്കെല്ലാം തന്നത് മദനി തങ്ങളാണ്. ഒരു മറ്റേ തൗഹീദ് പഠിച്ചില്ല. ഏത് തന്നു എന്ന് പറയാൻ പാടില്ല എന്നുള്ള പുതിയ തൗഹീദ് അതിലേക്കാൻ വരുന്നുണ്ട്. അത് പഠിച്ചിട്ടില്ല. പിന്നെയോ ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്കൊക്കെ തന്നതാരാ? അത് മടവൂർ മഹാനരായ മദനി തങ്ങളാണ്. ഓരോ കാലത്ത് ഓരോ മശായിഖ് ഉണ്ടാവും. അന്ന് ഇവിടെ വന്ന ഖുത്തുബുസ്സമാനാണ് അവറുകൾ. അങ്ങനെ ഓരോ കാലത്തും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ഇയാൾ പറയാം അതൊന്നും പോയി ഖബറിൻ്റെ അടുത്ത് പറയാൻ തന്നെ പാടില്ല. മദനി തങ്ങളെ നിങ്ങളാണ് ഞങ്ങൾക്കൊക്കെ തന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയും അവിടുത്തെ നിഅമത്തും ബറക്കത്തും തരണം. ഇത് പറയാനോ മരിച്ചവർ കേൾക്കുമെന്ന് വിചാരിച്ചാൽ തന്നെ ശിർക്കാണ് എന്നാണ്. അങ്ങനെയാ പറഞ്ഞു വിട്ടത്. പക്ഷേ ഇനി നോക്കൂ നിങ്ങൾ, വേറൊരു ചോദ്യകർത്താവ് ഇബ്നു കസീറിൻ്റെ കിതാബിലെ ഒരു വചനം ഉദ്ധരിക്കുകയാണ്. എന്താണത്? മരിച്ചുപോയ ആളുകൾ കേൾക്കും എന്നതിൽ ഈ സമൂഹത്തിൻ്റെ ഇജ്മാ ഉണ്ട്, ഏകാഭിപ്രായമുണ്ട് എന്ന് ഒരു ഉദ്ധരണി എടുത്ത് വായിക്കുമ്പോൾ മൗലവിമാർ പെട്ടുപോകുന്ന രംഗമാണ് വളരെ സ്പീഡിൽ നമുക്ക് കാണാനുള്ളത്. മരിച്ചുപോയാൽ കേൾക്കൂല, ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചവർ കേൾക്കൂല എന്നൊക്കെ ആയത്തോതിയിട്ട് പറയാറുണ്ടല്ലോ. ആ വാദം മുഴുവനും ഉള്ളാളത്ത് വന്ന് ജിന്നു മുജാഹിദുകൾ പൊളിച്ചിരിക്കുന്നു എന്നതാണ് ശരി. അല്ലെങ്കിൽ ഇവർക്ക് എന്ത് തൗഹീദ? ഇവർക്ക് നമ്മൾ പറയാൻ എന്താ അധികാരം? ഇവരും നമ്മളും തമ്മിലുള്ള തർക്കം എന്താ? ജിന്നിനെയും മലായിക്കത്തിനെയും ഒക്കെ വിളിക്കാന്ന അവരെ വാദം തന്നെ. വിളിച്ചാൽ ശിർക്കല്ല. എത്ര പ്രശ്നങ്ങൾ അതിൻ്റെ പേരിലല്ലേ വേറെ ആയത്. നമ്മൾ പറയുന്നത് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ വിളിക്കുക,
ഇവര് പറയുന്ന ജിന്ന് ശൈത്താനെ വിളിക്ക. ഇവരും മറ്റുള്ള മുജാഹിദുകളും തമ്മിലുള്ള തർക്കം തന്നെ അതല്ലേ, തൗഹീദിന്റെ കാര്യത്തിലല്ലേ. ആദ്യം നിങ്ങളെ തൗഹീദ് എന്ന് ഉറപ്പിച്ച് നിങ്ങൾ, എന്നിട്ട് വരെ സുന്നികളെടുത്തേക്ക് മദനി തങ്ങളെ വിളിക്കണോ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കണോ എന്നൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളെ മുൻഗാമികൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. മശായിഖുമാർ അത് പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുമുണ്ട്. അപ്പൊ ആ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാ, ഇബ്നു തൈമിയുടെ ശിഷ്യൻ, ഇബ്നു തൈമിയുടെ മരണപ്പെട്ടവരോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ലോകത്ത് ആദ്യമായി ഉദ്ധരിച്ച ഒരു പണ്ഡിതൻ ഇബ്നു തൈമിയ. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് പറയുന്നത്, വസ്സലഫു മുജ്മിഊന അലാ ഹാദാ, മരണപ്പെട്ടവർ ഖബറിന്റെ അടുത്ത് പോയി അവരോട് സലാം പറയുന്നതും അവരോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറയുന്നതും എൻ്റെ രോഗം ശിഫിയാകാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണേ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അതവര് കേൾക്കും എന്നതിൽ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് രണ്ടഭിപ്രായമില്ല. വസ്സലഫു മുജ്മിഊന അലാ ഹാദാ, മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ മുഴുവനും ഇത് ഏക അഭിപ്രായക്കാരാണ്, മരണപ്പെട്ടവർ കേൾക്കും എന്ന വിഷയത്തിൽ. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, വഖത്തവാതറത്തിൽ ആസാറു അൻഹും ബിഅന്നൽ മയ്യിത യഅരിഫു ബിസിയാറത്തിൽ ഹയ്യി ലഹു യസ്തബിശിറു, മരിച്ചവരെ സിയാറത്ത് ചെയ്യുമ്പോൾ അത് അവർ അറിയുന്നുണ്ട് എന്നതും അവർ നമ്മെ കൊണ്ട് സന്തോഷിക്കുന്ന വിഷയവും അത് അസറുകളിൽ ഹദീസുകളിലും ബഹുമാനപ്പെട്ട സ്വഹാബികളുടെ വാക്കുകളിലും അത് സ്ഥിരപ്പെട്ട കാര്യമാണ് എന്ന് പേജുകളോടും തുടർന്ന് പറയുന്നുണ്ട്. ഫൈസൽ മൗലവി വായിക്കാൻ സമ്മതം തരുമെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് വായിച്ചാൽ. ഫൈസൽ മൗലവി സമ്മതിച്ചാൽ നമ്മൾ വായിക്കാന്നാണ് മൂപ്പര് പറഞ്ഞത്. കാരണം രണ്ട് പെടലാണ് അവിടെ ഫൈസൽ പെട്ടത്. കാരണം ഒന്ന് ഇബ്നു കസീറാണ്, റഹിമഹുല്ലാ എന്നൊന്നും പറയേണ്ടില്ല, ഇബ്നു തൈമിയുടെ ശിഷ്യനാണ് അയാൾ. ഇബ്നു കസീർ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല. മറ്റുള്ള ഇമാമിങ്ങൾ പറഞ്ഞതിനോട് യോജിച്ചത് പറഞ്ഞാലേ അതിനെ നമുക്കത്ര ആവശ്യമുള്ളൂ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇബ്നു തൈമിയുടെ ശിഷ്യനാണ് ഇബ്നു കസീർ. ഇബ്നു കസീർ ആണെങ്കിലോ മരിച്ചവർ കേൾക്കുന്ന അത്ര സ്ഥിരപ്പെടുത്തിയ വേറൊരാളുണ്ടാവില്ല. മുപ്പറയിനെ ഹദീസൊക്കെ മരിച്ചവരെ സാധാരണ നമ്മളൊക്കെ മരിച്ചാൽ തന്നെ സാധാരണയായുള്ള ആളുകൾ തന്നെ കേൾക്കുന്നതാണ്. മാമിൻ അഹദിൻ യമുറു ബി ഖബരി അഖീഹിൽ മുസ്ലിം കാന യഅരിഫുഹു ഫിദ്ദുനിയാ ഫയുസല്ലിമു അലൈഹി ഇല്ലാ റദ്ദല്ലാഹു അലൈഹി റൂഹഹു ഹത്താ യറുദ്ദ അലൈഹി സലാം. ഒരു ഖബറിൻ്റെ അടുത്ത് കൂടി പോകുമ്പോൾ സലാം ചൊല്ലിയാൽ ആ സലാം കേൾക്കുന്നു. ആ സലാം പറഞ്ഞ ആളെ ഈ ഖബറിലുള്ള വ്യക്തി അറിയുമെന്നും ഈ ഹദീസൊക്കെ ഉദ്ധരിച്ചിട്ടാണ് ഇബ്നു കസീർ മരിച്ചവർ കേൾക്കുമെന്ന വാദം സ്ഥിരപ്പെടുത്തുന്നത്. അപ്പം ഫൈസൽ മൗലവി ഇതിൻ്റെ മറുപടി എന്താ പറയണത്? നിങ്ങളിപ്പോൾ എന്തായി ചോദിക്കണത്? മരിച്ചവർ കേൾക്കുന്നില്ലെങ്കിൽ നമ്മളും നിങ്ങളും തർക്കണ്ടോ? അത് നമ്മൾ നേരത്തെ പറഞ്ഞു വരുന്നതല്ലേ. അപ്പോൾ അവന് തർക്കം തന്നെ അല്ലല്ലോ. മരിച്ച ആ മറുപടിയുടെ ഭാഗം ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക്. പത്രിക അവസാനിപ്പിക്കണം, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ കഴിഞ്ഞിട്ട് പണി നമുക്ക് സൗകര്യം അയച്ചാൽ മതി. എൻ്റെ പ്രകൃത്തുണ്ടല്ലോ, നിങ്ങളെ പ്രകൃത്തുണ്ട്. അപ്പോൾ അയച്ചാൽ മതി, നമ്മൾ നോക്കാമല്ലോ. അപ്പോൾ വസ്സലഫു മുജ്മിഊന അലാ ഹാദാ എന്ന് പറഞ്ഞിട്ട് ഈ വാർത്ത ആരംഭിക്കുന്നല്ലോ. നിങ്ങൾ പറഞ്ഞമാര് മുറാദ് ഹാസിലാകാൻ രോഗം ഷിഫയാകാൻ ഒക്കെ പറഞ്ഞാൽ അതൊക്കെ കേൾക്കുന്ന ഇബ്നു കസീർ പറഞ്ഞതുണ്ടെങ്കിൽ അതൊന്ന് അയച്ച നാളെ. അതല്ല മരിച്ചോട് കേൾക്കുന്ന ഭാഗം തർക്കമല്ലോ. മുൻകതൊക്കെ അവിടെ വരും, ചോദ്യം ചോദിക്കും, ഉത്തരം പറയും, അവിടെ കേൾവിയുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ ദുഃഖമുണ്ട്, അവിടെ കരയും. അതൊക്കെ ഇപ്പം നമുക്ക് ഇത്തിഫാക്കുള്ള കാര്യമല്ലേ. അതേസമയം ഇത്തിഫാക്കുള്ള കാര്യമാണല്ലോ, ഏകാഭിപ്രായമാണ് മരിച്ചോല് കേൾക്കുന്നുള്ളത് എന്നാണ്. അപ്പം ഇയല്ല ഇവിടെ പ്രസംഗിച്ചിൻ്റെ എല്ലാ സ്ഥലത്തും പോയി മരിച്ചാൽ പിന്നെ കേൾവിയില്ല, കാഴ്ചയില്ല, മരിച്ചതോടുകൂടി എല്ലാം തീർന്നു, ഇനി അത് ആലമുൽ ബർസഖിലുള്ള കേൾവിയാണെങ്കിൽ അവിടെ മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ടില്ല. നമ്മൾ ഇവിടുന്ന് ഖബറിൻ്റെ മൗലവി അങ്ങനെ പറയലെന്നെ, മയ്യത്തിനെ മറവ് ചെയ്ത് മൂടുകല്ല് വെച്ച് പിന്നെയും മണ്ണിട്ട് പിന്നെയും മണ്ണിട്ട് അങ്ങനെ എല്ലാമാക്കി ഖബറായി കഴിഞ്ഞാൽ എങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കേൾക്കുക? വായു സഞ്ചാരം ഉണ്ടോ എന്നൊക്കെ മൗലവി ചോദിക്കൽ. ഇപ്പോൾ പറയാണ് കേൾക്കുന്നുള്ളത് ഏകാഭിപ്രായമാണ്. അത് മനസ്സിലായില്ല ഞങ്ങൾക്ക്. ഹബീബായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മയ്യത്തിനെ ഖബറിൽ വെച്ചാൽ അവരുടെ ചെരുപ്പിന്റെ ശബ്ദം വരെ, ഖബറിന്റെ മുകളിലൂടെ നടക്കുന്നവന്റെ ചെരുപ്പിന്റെ ശബ്ദം വരെ ആ മയ്യത്ത് കേൾക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. അബൂ ലഹബ്, ഉത്ബത്ത്, ശൈബത്ത് പോലെയുള്ള
മക്കാ മുശ്രിക്കീങ്ങളെ ബദറിലെ ഒരു കിണറ്റിലേക്ക് വലിച്ചിട്ട് ആ കിണറിന്റെ സമീപത്ത് വന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നു, യാ അബാ ജഹൽ, യാ ഉത്ബ, യാ ശൈബ, പേരെടുത്ത് വിളിച്ച് ചോദിക്കുന്നു, ഫഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖാ, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, നബിയെ അവർ കേൾക്കുമോ? ശവങ്ങളോട് സംസാരിച്ചിട്ട് നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ ഭംഗിയായി അവർ കേൾക്കുമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ മൗലവി സമ്മതിച്ചൊന്ന് കേൾക്കും, അതിൽ നമ്മൾ ഇത്തിഫാക്കാണ്. പിന്നെ നമ്മളെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് മാത്രം ഇങ്ങനെ കേൾക്കൂല എന്നാണ് അവിടെ ഇപ്പോൾ എത്തിയുള്ളത്. നമ്മൾ ഇസ്തിഗാസ ചെയ്യുമ്പോൾ അത് കേൾക്കൂല, ബാക്കിയുള്ളതൊക്കെ കേൾക്കുന്നതാണ്. പണ്ടാ രണ്ട് മൗലവിമാർ തമ്മിൽ പിന്നെ മുഖാമുഖം നടത്തിയ പോലെയാണ് ഇപ്പോൾ. അത് കേൾക്കൂല, അത് കേൾക്കും. കേൾക്കുന്നില്ല ഏതായാലും ഇവിടത്തെ മറുപടിയിൽ എത്തിപ്പെട്ടു എന്നത് വളരെ വ്യക്തമാണ്. ഒന്നുകൂടി ആ മൗലവി തന്നെ, ഇവിടെ വന്ന മൗലവി തന്നെ ഇടപെട്ട് പറയുന്നത് കേട്ടോളൂ. അതിന്റെ പരിധിയിൽ വരുന്ന പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതാണ് ഈ മരിച്ചോര് കേൾക്കൂല എന്നുള്ളത്. ഇനി നിങ്ങൾ ഇവിടെ പറഞ്ഞ ഈ മരിച്ചോര് കേൾക്കുമെന്ന് കിതാബ് റൂഹിലുള്ള ചർച്ച, അത് ആദ്യമായിട്ടൊന്നുമില്ല. നിങ്ങൾ ഇപ്പൊ പറഞ്ഞപ്പോ നിങ്ങൾ കണ്ടതല്ല, കിതാബ് റൂഹ് വായിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇബ്നു കസീറിന്റെ വിഷയത്തിലുള്ള ഇബ്നു കസീറിന്റെ ഇബാദത്തുകൾ വായിച്ചിട്ടേ ഇവിടെ ഇരിക്കുന്നത്. ഈ പറയുന്ന പണ്ഡിതന്മാർ മരണപ്പെട്ടവർ കേൾക്കുമെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന വസ്തുക്കളും കേൾക്കുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നപ്പോ നിങ്ങൾ പറഞ്ഞത്, അതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന ഖലീബിൽ എറിയപ്പെട്ട ഈ കുഫാറിന്റെ ശരീരത്തോട് സംസാരിച്ചപ്പം ഓര് കേട്ടിട്ടില്ല എന്ന് സലഫികൾ പറഞ്ഞിട്ടുണ്ടോ? അന്ന് പറഞ്ഞാൽ ശരി, ഇപ്പൊ ഇങ്ങോട്ടാ വേണ്ടി കേൾക്കൂലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? അങ്ങനെ വിളിച്ചപ്പോ കേട്ടു എന്നല്ലേ ഞങ്ങളെ വാദം. അപ്പൊ കേൾക്കുമെന്നത് ഇവിടെ ഉറപ്പായി. ഇനി ഏത് കേൾക്കും എന്നതിന് മാത്രമേ ഇവർക്ക് പ്രശ്നമുള്ളൂ. അപ്പൊ മൗലവി പറഞ്ഞു തരുന്നത്, അടുത്തുനിന്നൊക്കെയാണെങ്കിൽ കേൾക്കും, ദൂരം എന്നാകുമ്പോൾ പ്രശ്നമാണ്. ഇനിയിപ്പോൾ അതിനും വലിയ പൊട്ടത്തരത്തിലേക്ക് പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഭൗതികമായിട്ട് ചിന്തിക്കുകയാണ്. ഒരാളെ ജീവനുള്ള ഒരാളെ അതിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് വിളിച്ച ആൾ കേൾക്കുമോ? ഒരിക്കലും കേൾക്കൂലല്ലോ. ഈ കേൾവി ഈ കാതുകൊണ്ടുള്ള കേൾവിയേ അല്ല, അതാദ്യം പഠിക്കണ്ടേ. എന്നിട്ട് മൗലവി പിന്നെ ചോദിക്കുകയാണ്, ഇനി കേൾക്കുന്നൊക്കെ വന്നാൽ തന്നെ ദൂരെയുള്ളത് കേൾക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? അത് നടക്കുന്ന കാര്യമാണോ? അങ്ങോട്ട് ഇന്ന് കേട്ടോക്കി. ഇതിൽ സലഫുകൾക്ക് എതിരഭിപ്രായമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. ഇതിലെവിടെയാണ് സഹോദര മരിച്ചുപോയ ആളുകൾ എല്ലാം കേൾക്കും, എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും? നിങ്ങൾ എന്തിനാണ് ഈ മരിച്ച ആളുകൾ കേൾക്കുന്നു പറയുന്നത്? ഇപ്പൊ ഉള്ളാൾ തങ്ങളുടെ അടുക്കൽ മദനിന്റെ അടുക്കൽ പോയി അസ്സലാമു അലൈക്കും യാ സയ്യിദ് മദനി, ഇപ്പൊ ഇത് സയ്യിദ് മദനി കേട്ടോ, അൽഹംദുലില്ലാ റാഹത്തായിട്ടോ. ഇതിനാണോ നിങ്ങൾ മരിച്ചവർ കേൾക്കുമെന്ന് പറയുന്നത്? അല്ലല്ലോ സഹോദരന്മാര്. മദനിക്ക് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് സലാം പറഞ്ഞതുപോലെ മരിച്ചപ്പോൾ ഞാൻ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്റെ സലാം മദനി കേട്ടു എന്ന് വിശ്വസിക്കാനാണോ? അല്ലല്ലോ. നിങ്ങൾ എന്തിനാണ് ഈ വളഞ്ഞ വഴി പിടിച്ചുകൊണ്ട് കൊണ്ടുവരുന്നത്? ആ മരിച്ച മയ്യത്തിന്റെ അടുക്കൽ നിങ്ങളുടെ ഹവാജുകളും ആവശ്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അവിടെ ചെന്ന് ആവലാതി പറഞ്ഞാലും അത് കേൾക്കും, അത് കേട്ടതിന് ഉത്തരം ചെയ്യുമെന്ന് പറയാനല്ലേ? അതിന് നിങ്ങൾ ഇബ്നു കസീർ തെളിവാക്കരുത്. അത് ഇബ്നു കസീർ പറഞ്ഞിട്ടില്ല. ഒരു രക്ഷയില്ല മൗലവി, ഒരു ഇസ്തിസ്നി അവിടെ അല്ല. ഇബ്നു കസീർ പറഞ്ഞത് മരിച്ചുപോയ ആളുകൾ സാധാരണക്കാര് തന്നെ കേൾക്കുന്നതാണ്. ആര് പറയുന്നത്? ഇബ്നു കസീർ. അയാൾ വെറുതെ പറഞ്ഞതല്ല, ഹദീസ് ഉദ്ധരിച്ചു പറഞ്ഞതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഔലിയാക്കളുടെ കേൾവി തന്നെ സാധാരണ കേൾവിയല്ല. അത് ഹയാത്തിലുള്ള മശായിഖിന്റെ വരെ അങ്ങനെയല്ല. ഹയാത്തിലുള്ള മഹാന്മാർ അവരുടെ കേൾവി തന്നെ സാധാരണ കേൾവിയല്ല. വഫാത്തായ മഹാരഥന്മാർ അവരുടെ കേൾവിയും നീ പറയുന്ന സാധാരണ കേൾവിയല്ല. പിന്നെയോ ബുഖാരി മറിക്കൂ മൗലവിമാരെ, അതിലതാ പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഹദീസ്, ഖുദ്സിയായ ഹദീസ്. അല്ലാഹ് പറയാണ്, ഒരു അടിമ എന്നിലേക്ക് അടുത്തടുത്ത് വന്നു, അവൻ എൻ്റെ സ്വന്തം ആളായി. അതാണ് സയ്യിദുൽ മദനി തങ്ങൾ, അതാണ് സയ്യിദ് മടവൂർ ശൈഖുന,
അതാണ് ഗൗസുൽ ആലം ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി. അതാണ് ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുൻതു സംഅഹുല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും. അല്ലാഹ് പറയുകയാണ് വബസറഹുല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കാഴ്ച ഞാനാകും. വയദഹുല്ലതീ യബ്തിഷു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. വരിജിലഹുല്ലതീ യംശീ ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാകും. ഇതാര് പറഞ്ഞതാ? അല്ലാഹ് പറഞ്ഞതാണ്. അല്ലാഹ് പറഞ്ഞു എന്നാരാ പറഞ്ഞ്? മുത്തു റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാരാ റിപ്പോർട്ട് ചെയ്തത്? ബുഖാരിയാണ്. സലാം സല്ലമി പറഞ്ഞു ബുഖാരിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഈ ഹദീസ് സ്വഹീഹിൽ കൊണ്ടുവന്നത് എന്നാണ്. ഇതെങ്ങനെ അംഗീകരിക്കാനാണ് അവർ പറയുന്നത്? എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹ് പറയാണ് ഞാൻ കേൾവിയാകും, ഞാൻ കാഴ്ചയാകും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മഅന? മൗലവി ഇമാം റാസിയുടെ തഫ്സീർ എടുക്ക്. അതിലതാ ഇമാം റാസി പറയുന്നു വകദാലികൽ അബ്ദു ഇദാ വാളബ അല ത്വആതി ബലഗ ഇലൽ മഖാം الذي يقول الله كنت له سمعا وبصرا فإذا صار نور جلال الله سمعا له سمع القريب والبعيد. ആ രൂപത്തിൽ ഒരടിമ എത്തിയാൽ, അല്ലാഹ് അവരെ സ്വീകരിച്ചാൽ സമിഅൽ ഖരീബ വൽ ബഈദ്, ദൂരെയുള്ളതും അടുത്തുള്ളതും ഒരുപോലെ കേൾക്കാൻ അവർക്ക് കഴിയും. വൈദാ സ്വാറദാലിക നൂറു ബസറല്ലഹു, അല്ലാഹ് അവരുടെ കാഴ്ചയാകുമെന്ന് പറഞ്ഞാൽ അതിന്റെ മഅന റഅൽ ഖരീബ വൽ ബഈദ്. പല മഅനയുണ്ട്, അതിലൊന്നാണത്. ദൂരെയുള്ളതും അടുത്തുള്ളതും കാണാൻ കഴിയും. വൈദാ സ്വാറദാലിക നൂറു യദല്ലഹു, അല്ലാഹു തആല അവരെ കയ്യാകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഖദറ അല തസറുഫി ഫി സ്സുഅബി വസ്സഹൽ വൽ ബഈദി വൽ ഖരീബ്, സന്തോഷവേളകളിലും പ്രയാസ സമയങ്ങളിലും ദൂരെയുള്ളവയിലും അടുത്തുള്ളവയിലും കൈകാര്യം ചെയ്യാൻ ഔലിയാക്കന്മാർക്ക് കഴിയുമെന്നാണ് ഈ ഹദീസിന്റെ മഅന എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി രേഖപ്പെടുത്തുകയാണ്. ഇനി ആ ചോദ്യമായിട്ട് വരണ്ട, കേൾക്കുന്ന എന്തായാലും ആയല്ലോ. ഈ കേൾക്കുന്നത് സാധാരണക്കാരനല്ല, വലിയാണ്, മഹാനാണ് എങ്കിൽ അവരുടെ കേൾവിക്ക് പരിധിയില്ല. സമിഅൽ ഖരീബ വൽ ബഈദ്. ഇവർക്ക് എന്താ പേടിയെന്ന് പറയാം? ആകെപ്പോ പേടിയുള്ള ഒരു വിഷയം എന്താ? അല്ലാഹ് പോകുമെന്നാണ്. അല്ലാഹ് പോകും. ആര്? ദൂരെന്ന് കേൾക്കുന്നു പറഞ്ഞാൽ അല്ലാഹുലേ. അല്ലാഹ് ഇത്ര എളുപ്പം നടക്കുന്ന സംഭവമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അല്ലാഹ് ഖാലിഖല്ലേ, മഖ്ലൂഖല്ലേ, സൃഷ്ടികൾ മുഴുവനും. അത് രണ്ടെങ്ങനെ ഒന്നാവും? എന്തെങ്കിലും ഒരു വിശേഷണം അല്ലാഹ്ക്ക് പറഞ്ഞ് അതേ വിശേഷണം വാക്കിൽ റസൂലിനോ മശായിഖിനോ പറയുമ്പോഴേക്ക് അങ്ങോട്ട് ഒന്നാകല. ഇതിപ്പോ ആകെ പ്രശ്നമായിന്. ഈ ഒരു ധാരണ സുന്നികളാന്ന് പറയുന്നവർക്ക് വരെ എത്തിപ്പോയി. അല്ലാഹ് അല്ലെങ്കിൽ അള്ളാന്റെ തുല്യനാക്കുക, അതൊക്കെ എത്ര എളുപ്പമാണ് അപ്പൊ ആളുകൾക്ക്. ഞാൻ ചോദിക്കട്ടെ, ഇമാം റാസിയ വിശദീകരിച്ചത് ദൂരെയുള്ളതും അടുത്തുള്ളതും കേൾക്കാൻ കഴിയും. അപ്പോഴേക്ക് അള്ളാന്റെ വിശേഷണാണ്. എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുക, എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാൻ കഴിയുക. ഇതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞ്? അള്ളാന്റെ വിശേഷണാണ്. യാ സാരിയ അൽ ജബൽ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിളിച്ചപ്പോ അങ്ങകലെ നഹാമന്തിലുള്ള സ്വഹാബി വര്യൻ അത് കേട്ടില്ലേ? അല്ലാഹ് എവിടുന്നാണ് ഇതൊക്കെ എഴുന്നേറ്റ് വരുന്നത്? അത് അല്ലാഹ് കൊടുക്കുന്നതല്ലേ. അല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ആദ്യം പഠിക്കി. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ തുലാഖി. അല്ലാഹു മൗജൂദാണ്, അവന്റെ വുജൂദാണ് വുജൂദ്. അവനില്ലാത്ത കാലമില്ല, അവൻ അറ്റമാവുകയില്ല, എന്നും ബാക്കിയാണ് അവൻ. ഖദീമാണോ അവൻ? അവനില്ലാത്ത ഒരു കാലമില്ല. മശായിഖ്, അമ്പിയാക്കന്മാര് അവരൊക്കെ സൃഷ്ടിച്ച ഖാലിഖാണ് അല്ലാഹ്. അപ്പൊ അവര് സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹ് മാത്രം. ഇതൊന്നും മനസ്സിലാക്കാതെ
ഇപ്പൊ അല്ലാഹ് ഒരു സ്ഥലത്ത് റസൂലിനെ കുറിച്ച് പറയാണ്, ലഖദ് ജാഅക്കും എന്ന് ഓതി നോക്ക്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇത് നമ്മളൊക്കെ പഠിച്ച കണ്ടിയാ. ഇത് എളുപ്പത്തിൽ അല്ലാഹ് ഉണ്ടാകുക, എളുപ്പം. ആ മാലിക്കുൽ മുൽക്ക് പറഞ്ഞ അല്ലാഹ്. പിന്നെ അർശിന്റെ അധിപൻ, അപ്പോഴേക്ക് അല്ലാഹ്. ഏടുന്നബല്, ഈ രണ്ടും കണക്കാ. അല്ലാഹ് എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാകുന്ന സംഭവമല്ലത്. അല്ലാഹ് ഖാലിഖല്ലേ. അല്ലാഹിനെ കുറിച്ച് പറഞ്ഞ വിശേഷണാണ് റഊഫ് റഹീം. ബിസ്മി എന്ന് ഓതി നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹീം ഇതാരെ വിശേഷണ? അല്ലാഹിന്റെ വിശേഷണാണ്. അതേ ഖുർആനിൽ സൂറത്തു തൗബയുടെ അവസാനത്തെ വാക്ക് ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ബിൽ മുഅ്മിനീന റഊഫ് റഹീം. ഈ രണ്ട് വിശേഷണം അല്ലാഹ് ആർക്കാ കൊടുത്തത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ശിർക്ക് വന്നല്ലേ? നിങ്ങൾ മറുപടി പറയണം. ശിർക്ക് വന്നവിടെ അള്ളാഹ്ക്കും തിരിഞ്ഞിട്ടില്ലേ? ഇപ്പത് റഹീം എന്നുള്ളത് എത്ര സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. അല്ലാഹ് റഊഫാണ്, റഹീമാണ്. അതേ ഖുർആൻ റസൂൽ റഊഫാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റഹീമാണ്. ശിർക്കാണോ? ശിർക്കാണോ? നിങ്ങൾ പറയും. എല്ലാവരും മറുപടി പറയേണ്ടി അതിന്. അപ്പൊ അല്ലാഹ് റഊഫായ ഒരവസ്ഥ ഉണ്ട്. ആ രൂപത്തിലല്ല. ആര് റഊഫായത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹ് റഊഫായത് ബിദ്ദാത്ത്. അല്ലാഹനെ വേറൊരാൾ റഊഫാക്കിയതല്ല. അല്ലാഹ് കൃപ ചെയ്യുന്നവൻ, കരുണ ചെയ്യുന്നവൻ എന്നത് അല്ലാഹുവിൻ്റെ നേർക്ക് നേരെയുള്ള വിശേഷണമാണ്. ആരും കൊടുത്തതല്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃപ ചെയ്യുന്ന ആളും കരുണ ചെയ്യുന്ന ആളും ആയത് ആര് കൊടുത്തതാണ്? അല്ലാഹ് കൊടുത്തതാണ്. അതിനല്ലേ വ്യത്യാസം. അല്ലാഹ് കേൾക്കുന്നവനാണ്, നമ്മളോ? അല്ലാഹ് സമീയാണ്, നമ്മളോ? നമ്മളും സമീയാണ്. ശിർക്കായോ? അല്ലാഹ് സമീയായതുപോലെയല്ലേ നമ്മൾ സമീയായത്. അല്ലാഹു തന്ന സംഭവമാണ് നമ്മുടേത്. അല്ലാഹുവിൻ്റേത് ആരും കൊടുത്തതല്ല. ഇതൊക്കെ മനസ്സിലാക്കാൻ ഇനി അമേരിക്കയിൽ പോയി ചിന്തിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ ബലുണ്ടാക്കിയതാ. ദൂരെന്ന് അടുത്തുനിന്ന് അങ്ങനെ ഒരു സംഭവമില്ല. അതാണ് സമീഅൽ ഖരീബ വൽ ബഈദ്. അതാണ് ഞാൻ കാതാകും കണ്ണാകും എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു മഅന.